എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ കൈവിട്ട് കളയാൻ സർക്കാർ തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വ്യക്തമാക്കിയിരിക്കുകയാണ്. എല്ലാം ശരിയാവാൻ വേണ്ടി പോവുകയാണ്. ക്ഷേമ പെൻഷൻ മാത്രമല്ല, സപ്ലൈകോ, കാരുണ്യ, പൊതുജനങ്ങൾക്ക് ആശ്വാസം ഏകുന്ന എല്ലാ പദ്ധതികളും വീണ്ടും ജനങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന രീതിയിലേക്ക് മാറാൻ പോവുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസമേകുന്ന അറിയിപ്പിനൊപ്പം തന്നെ തനത് ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമ ബോർഡുകളുടെ പെൻഷൻ മുടങ്ങിയവർക്കും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മാത്രമല്ല, സംസ്ഥാനത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന 1600 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നു. ഇനിയുള്ള 2 വർഷം കൊണ്ട് 2500 എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ നടപ്പിലാക്കിയേക്കും എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ തുകയുടെ വർധനവ് വരും മാസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 2025 സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായി ആദ്യ വർധനവുണ്ടാകും. 100 രൂപയോ 200 രൂപയോ വർദ്ധിച്ചേക്കാം. ഇനി സംസ്ഥാനത്ത് ഒരു മാസവും ക്ഷേമ പെൻഷൻ മുടങ്ങില്ല എന്ന് ധനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുന്ന അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിപ്പോയത്. ഇനി ഫണ്ടുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ചെലവ് ചുരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത്. സംസ്ഥാന സർക്കാരുകളുടെ വിവിധ വകുപ്പുകളിൽ അനാവശ്യ ചെലവുകൾ ഉണ്ട് എങ്കിൽ അവയെല്ലാം വെട്ടിച്ചുരുക്കുന്ന നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത് എന്ന് ധനമന്ത്രി ഇന്നലെ വ്യക്തമാക്കി. ഇതിൽ ആദ്യ പ്രയോറിറ്റി ക്ഷേമ പെൻഷൻ വിതരണത്തിന് തന്നെയാണ്. ഇനി വരുന്ന എല്ലാ മാസവും 25-ാം തീയതിക്ക് ശേഷം ക്ഷേമ പെൻഷൻ വിതരണം നടക്കും. ഇനി നമ്മൾ കാത്തിരിക്കുന്ന ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ജൂലൈ 25-ന് ശേഷം പ്രഖ്യാപനം വരികയും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്യും. പെൻഷൻ മസ്റ്ററിംഗ് മുമ്പ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും. ബാങ്ക് അക്കൗണ്ടിലും കയ്യിലുമായിട്ടാണ് പെൻഷൻ വിതരണം ചെയ്തു വരുന്നത്. അതേസമയം കേന്ദ്ര സഹായം ലഭിക്കുന്ന സംസ്ഥാനത്തെ 6,88,000-ഓളം ആളുകൾക്ക് ക്ഷേമ പെൻഷനിൽ 200, 300 എന്നിവയുടെ കുറവുണ്ട്. ഈ തുക വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തന്നെ തുക വകയിരുത്തിയിട്ടും അത് വിതരണം ചെയ്യേണ്ട സർക്കാർ ഏജൻസിയായിട്ടുള്ള പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം PFMS വിതരണത്തിൽ അലംഭാവം കാണിക്കുന്നത് കൊണ്ട് ആ ഒരു തുക പല ആളുകൾക്കും താമസിച്ചാണ് ലഭിക്കുന്നത്. ചില ആളുകൾക്ക് മാസങ്ങളായി ഇത് ലഭിക്കുന്നും ഇല്ല. കേന്ദ്ര സർക്കാരിൻ്റെ ക്രൂരതയാണ് ഇത് എന്നും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. 2023 ഏപ്രിലിന് ശേഷം ഈ തുക കേന്ദ്രം നൽകിയിട്ടില്ല എന്നും ധനമന്ത്രി വ്യക്തമാക്കി. സ്വന്തമായി ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ ഒരു വർഷത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ഇതിനു വേണ്ടി കെട്ടിട സെസ് പിരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നും അറിയിച്ചു. റേഷൻ വ്യാപാരികളുടെ ക്ഷേമ ആനുകൂല്യങ്ങളും പെൻഷനും നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. തയ്യൽ തൊഴിലാളി, ക്യാൻസർ രോഗികളുടെ എല്ലാവരുടെയും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ട നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മുടങ്ങിക്കിടക്കുന്ന സപ്ലൈകോയിൽ സജീവമായി എല്ലാ മാസവും കൃത്യമായ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നും ധനമന്ത്രി വ്യക്തമാക്കി. കാരുണ്യ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ആശുപത്രികൾക്ക് നൽകുന്നതിന് വേണ്ടി വരും മാസങ്ങളിലും തുക വകയിരുത്തുമെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 5 മാസത്തെ കുടിശ്ശികയിൽ 2 മാസത്തെ തുക ഈ സാമ്പത്തിക വർഷവും ബാക്കിയുള്ള 3 മാസത്തെ തുക അടുത്ത സാമ്പത്തിക വർഷവും വിതരണം ചെയ്യുമെന്നും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കി. ഈ വർഷം അത് ഓണത്തിനും ക്രിസ്മസിനുമായി നൽകും. ഇപ്പോൾ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുന്നത് വെറും 1600 തന്നെയായിരിക്കും.
ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ 3200 ലഭിക്കും. അത് ഓണത്തിനോടനുബന്ധിച്ചാണ്. പിന്നീട് ഡിസംബറിലായിരിക്കും 3200 ലഭിക്കുക. ബാക്കിയുള്ള എല്ലാ മാസവും 1600 തന്നെയാണ് ലഭിക്കുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 24 വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം. ഇല്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ആ പെൻഷൻ തുക ലഭിക്കുകയില്ല എന്ന് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മനസ്സിലാക്കേണ്ടതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.